സമസ്തയിലെ നേതാക്കൾക്കെതിരെ ലീഗ് നേതൃത്വം നടത്തിയ പരസ്യ വിമർശനം ജിഫ്രി തങ്ങളുടെ അറിവോടെ. ചർച്ചയിലെ ധാരണ തെറ്റിച്ചതിൽ ലീഗ് നേതൃത്വം ജിഫ്രി തങ്ങളെ അതൃപ്തി അറിയിച്ചു. പരസ്യ വിമർശനം നടത്തുന്നതിന് മുൻപും ജിഫ്രി തങ്ങളുമായി സംസാരിച്ചു. ധാരണ പാലിച്ചില്ലെന്ന് ജിഫ്രി തങ്ങളും നിലപാടെടുത്തെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. ഇതോടെയാണ് പരസ്യ വിമർശനത്തിന് ലീഗ് നേതൃത്വം ഒരുങ്ങിയത്. നേരത്തെ പല ഘട്ടങ്ങളിലും ലീഗ് വിരുദ്ധർക്ക് ജിഫ്രി തങ്ങളുടെ പരോക്ഷ പിന്തുണ ലഭിച്ചിരുന്നു. അഷ്കർ അലി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ, ലീഗ് സമസ്ത വിവാദത്തിൽ പെട്ടെന്നൊന്നും ഒരു വെടിനിർത്തൽ ഉണ്ടാവില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. മാപ്പ് പരസ്യമായി പറയണമെന്ന് പറഞ്ഞു. മാപ്പ് ദൈവത്തിനോടെ പറയത്തുള്ളൂ എന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞതും നമ്മൾ ഇന്നലെ കേട്ടു. അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മൗനാനുവാദത്തോടു കൂടിയാണോ ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളുമെല്ലാം പരസ്യ പ്രതികരണമാണ് വേണ്ടിയിരുന്നത്, പരസ്യ മാപ്പാണ് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരത്തെയുള്ള നിലപാട് വിട്ട് ലീഗ് അനുകൂല നിലപാടിലേക്ക് മാറുകയാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഷ്കർ അലി? അരുൺ, ഗുഡ് മോർണിംഗ്. ഈ സമവായ ചർച്ചയ്ക്ക് ഇപ്പോൾ ഉടലെടുത്ത സമവായ ചർച്ചയ്ക്ക് സമസ്തയിൽ നിന്നും ഏറ്റവും കൂടുതൽ ശക്തമായ ഊർജ്ജം പകർന്നിരുന്നത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെയാണ്. ഈ പട്ടിക്കാട് ജാമ്യ നൂരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി പാണക്കാട് സ്വാദിഖ് തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരുമിച്ചിരുത്തി അത്തരത്തിലുള്ള ചർച്ച നടക്കുന്നതും ഈ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മുഷാവറയിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതും ഈ സമവായ നീക്കങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തത്. ഇന്നലെ കഴിഞ്ഞ ദിവസം പാണക്കാട്ടേക്ക് അമീദ് ഫൈസിയും മുക്കും ഉമർ ഫൈസിയും ഒക്കെ എത്തുന്നതും ഈ സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. മീഡിയകളുടെ സാന്നിധ്യം അവിടെ വേണ്ട എന്ന് തീരുമാനമെടുത്തതും ജിഫ്രി തങ്ങളായിരുന്നു. അത്തരത്തിൽ ഈ സമസ്തയുടെ ഈ സമവായ ചർച്ചകൾക്ക് വലിയ ശക്തി പകർന്ന ജിഫ്രി തങ്ങൾ തന്നെയാണ് ഇപ്പോൾ. ഇല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് പരോക്ഷ പിന്തുണ നൽകിയിരുന്ന ജിഫ്രി തങ്ങളുടെ തന്നെ അറിവോടെയാണ് ഇന്നലെ ലീഗ് നേതാക്കൾ പരസ്യ വിമർശനം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അല്ലെങ്കിൽ ലീഗ് നേതാക്കൾ ഈ പരസ്യ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ ജിഫ്രി തങ്ങളുമായി സംസാരിച്ചിരുന്നു എന്ന കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടി തുറന്ന് സമ്മതിച്ചിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഈ അതൃപ്തി ഈ ചർച്ചയിലെ ധാരണ തെറ്റിച്ചു. അല്ലെങ്കിൽ ജിഫ്രി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും അടക്കം മുക്കും ഉമർ ഫൈസിയും അമീദ് ഫൈസി അടക്കമുള്ള അവിടെ എത്തിയ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലെ ധാരണകൾ തെറ്റിച്ചിരിക്കുന്നു. പത്രസമ്മേളനത്തിൽ അവർ ചർച്ചയ്ക്ക് വിരുദ്ധമായ നിലപാടാണ് എടുത്തത് എന്നുള്ള കാര്യം ആദ്യം ലീഗ് നേതാക്കൾ അറിയിക്കുന്നത് ജിഫ്രി തങ്ങളെയാണ്. അതിലെ അതൃപ്തിയും ജിഫ്രി തങ്ങളെ അറിയിച്ചു. പിന്നീട് നിരന്തരമായി ഇന്നലെ പലതവണ പി കെ കുഞ്ഞാലിക്കുട്ടിയും ജിഫ്രി തങ്ങളും തമ്മിൽ ഫോൺ മുഖാന്തരം സംഭാഷണം നടത്തിയിരുന്നു. ആ സംഭാഷണം ഇന്നും തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ സംഭാഷണങ്ങളാണ് തങ്ങൾ പരസ്യ പ്രതികരണത്തിലേക്ക് പോവുകയാണ്, ധാരണ തെറ്റിച്ചു എന്നുള്ള നിലപാട് ശരിയാണെന്ന ഒരു മൗനാനുവാദം ജിഫ്രി തങ്ങൾ നടത്തുകയും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജിഫ്രി തങ്ങളെ കൂടി അറിയിച്ച ശേഷം തന്നെ ഇത്തരമൊരു പരസ്യ വിമർശനത്തിലേക്ക് ലീഗ് നേതൃത്വം തയ്യാറെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ ജിഫ്രി തങ്ങളെ പിന്തുണ ആർക്കാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഇല്ലെങ്കിൽ ആ ധാരണ തെറ്റിച്ചതിലെങ്കിലും ലീഗ് നേതാക്കളോടൊപ്പം ജിഫ്രി തങ്ങൾ നിൽക്കുന്നു എന്നുള്ളൊരു അവകാശവാദമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അത് സമസ്തയിലെ വലിയ ഒരു ചുവടുമാറ്റത്തിന് ഇല്ലെങ്കിൽ ഈ സമാജ തർക്കങ്ങളൊക്കെ തന്നെയുള്ള വലിയൊരു ചുവടുമാറ്റത്തിന് അത് വഴിവെക്കുകയും ചെയ്യും എന്നുള്ളതും പ്രസക്തമാണ്. ഓക്കെ, താങ്ക് യു അഷ്കർ. പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ അത്ര ഭംഗിയല്ല സമസ്ത ലീഗിൻ്റെ കാര്യത്തിൽ. വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയെങ്കിലും വീണ്ടും വീണ്ടും വെടി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലയിടത്തു നിന്നൊക്കെ പുകയും വരുന്നുണ്ട്, ചിലയിടത്തു നിന്ന് വെടിയും വരുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചില സൂചനകൾ നമ്മുടെ മുന്നിലുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മൗനാനുവാദത്തോടു കൂടിയാണ് പരസ്യ പ്രതികരണം നടത്തിയത് എന്നാണ് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.